നല്ല സിനിമയാണ്, കണ്ടിരിക്കേണ്ട സിനിമയാണ്. ഇന്നത്തെ കാലത്ത് നല്ല സ്ത്രീകൾക്ക് കുറച്ചുകൂടി നല്ല സിനിമയാണ്. അമ്മയുടെ സ്നേഹം എന്താണെന്ന് കാണിക്കുന്ന സിനിമ. എല്ലാവരും നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. നല്ല പാട്ടുകളാണ്, നല്ല മ്യൂസിക്കാണ്. ഫാമിലി ഓഡിയൻസ് ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. നന്നായിട്ട് ഇമോഷണലി കണക്ട് ആകുന്നുണ്ട്. നന്നായിട്ട് വരും. ഇതുവരെ ഒരു കാണാത്ത ഒരു അടിപൊളി സംഭവമാണ്. കഥ എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു ട്വിസ്റ്റാണ്. നല്ല ജാഫർ സാറും അതുപോലെ തന്നെ ദിലീപ് പോത്തൻ സാറെല്ലാം അടിപൊളി. അതായത് നമുക്ക് പറയാൻ ഇരിക്കാൻ പറ്റില്ല. നമ്മളെ പണ്ടത്തെ സിബി മലയിലിൻ്റെ പടം പോലെ ഇരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗ്രാമീണത്തിൽ ചെയ്യുന്ന ഒരു പടമാണ്. അതിൻ്റെ ഉള്ളൊരു ഒന്നും പറയാനില്ല. ഞാൻ ഭയങ്കര ഇമോഷനായി. എനിക്ക് സെക്കൻഡ് ഹാഫ് നമ്മള് തകർന്നു പോകും. അല്ലാത്ത ഇമോഷൻ സൂപ്പറായിരുന്നു. പിന്നെ അമ്മമാരുടെ ആ തലങ്ങൾ വളരെ സൂപ്പറായിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു ഫിലിമാണ്. രണ്ടാമത്തെ പ്രാവശ്യം കാണുന്നിട്ടും ആ ഒരു ഫീല് ഭയങ്കര. അതെ അതെ അതെ, 3 അമ്മമാരുടെ കഥയാ പാരലലി പോയിക്കൊണ്ടിരിക്കുന്ന സിനിമ. അതെ, ഞാൻ പ്രിവ്യൂ കണ്ട സമയത്ത് ആസ് ഒരു ആക്ടർ ജഡ്ജ് ചെയ്തോണ്ടിരിക്കുന്ന ആസ് ഓഡിയൻസ് ലെവല് കണ്ടപ്പോൾ കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് വിഷമായി. ഭയങ്കര ഇങ്ങനത്തെ ഒരു കഥാപാത്രങ്ങൾ നമുക്ക് വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു അവസരങ്ങളാണത്. ഈ തന്നതിൽ തോമസ് സാറിനോട് ഒരുപാട് നന്ദി ഉണ്ടായിരിക്കും. താങ്ക് യു. പറ്റി പറയാൻ ഭയങ്കര നല്ല, ഏറ്റവും നല്ല മൂവി. ഞാൻ ഈയിടെ അടുത്ത് കണ്ടേല് ഏറ്റവും നല്ല മൂവിയും പാട്ടും സ്ക്രിപ്റ്റും എല്ലാം നമുക്ക് ഇഷ്ടപ്പെടും. ആദ്യം തൊട്ട് അവസാനം വരെ നമ്മുടെ മനസ്സിൽ നെക്സ്റ്റ് എന്നുള്ള ആകാംക്ഷയും. ഭയങ്കര നല്ല മൂവി. എന്താ പറയണ്ടെന്ന് അറിയില്ല. ഇത്രയും നല്ലൊരു പടം നമ്മുടെ തോമസ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്നു. ബാക്കി എല്ലാ ജനങ്ങളും ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ. പിന്നെ അതെ, തീർച്ചയായിട്ടും. എന്താ പറയുക, അത് കുറച്ച് റോളിന് വേണ്ടി മെനക്കെട്ടെങ്ങനെ കൂടി വളരെ നല്ല വേഷമായി കിട്ടിയിരിക്കുന്നത്. അത് വളരെ ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് ബാക്കിയെല്ലാം കൂടിയുള്ള സഹായം കൊണ്ട് ഞാൻ നടന്നു എന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കിയൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. തീരുമാനിച്ചു കഴിഞ്ഞു. എല്ലാം കൊണ്ടും സൂപ്പർ പടം. കണ്ണ് നിറഞ്ഞു പോയി. സത്യം, എല്ലാവർക്കും ഇഷ്ടപ്പെടും പടം. സൂപ്പർ, ഒന്നും പറയാനില്ല. ഞാൻ സാറ് ഞെട്ടിച്ചളഞ്ഞ് എല്ലാവരും. നമ്മളെ മറ്റേ സാറ് തകർത്ത്. നല്ലൊരു ഫാമിലി മൂവിയാണ്. ഞാനും ഇതിലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. തോമസ് സെബാസ്റ്റ്യൻ സാറിൻ്റെ ജെമിനി പ്ലേരിക്ക് ശേഷമുള്ള നല്ലൊരു മൂവി. പിന്നെ കവി പ്രസാദ് സാറിൻ്റെ സ്ക്രിപ്റ്റ്, നല്ല ക്യാമറ, നല്ല സോങ്ങുകളുണ്ട്. പിന്നെ എല്ലാ സ്ത്രീകൾക്കും കണക്ട് ചെയ്യാൻ പറ്റണം ഒരുപാട് സംഭവമുണ്ട്. നമ്മളെ കണ്ണ് നിറയ്ക്കും. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി. സാറ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല പടം. രണ്ടുപേരെയും നല്ല പടം. ആശാൻ ചേട്ടനും നമ്മുടെ റൈഫിൾ ക്ലബിലെ ചേട്ടനും ഒക്കെ അടിപൊളിയായിട്ട്. ദിലീപ് ചേട്ടൻ, അവറാൻ ചേട്ടൻ അടിപൊളിയായിട്ടുണ്ട് പടം. പിന്നെ തമിഴിലത്തെ ദേവദർശിനി മാഡം സൂപ്പറായിട്ട്. പിന്നെ ചേച്ചിയുടെ മദറായിട്ട് വന്ന ചേച്ചി എല്ലാവരും അടിപൊളിയായിട്ട്. അമ്മയുണ്ട്. കൂടുതലൊന്നും പറയില്ല. എല്ലാവരും അവരുടെ ഭാഗം ഗംഭീരമായിട്ട് ചെയ്തു. ബാക്കി ആൾക്കാർ തിയേറ്ററിൽ വന്ന് കാണട്ടെ. അയ്യോ, ശരിക്കും ഇമോഷണൽ മാത്രമല്ല, നമുക്ക് കുറച്ച് തുടക്കത്തിലൊക്കെ നമുക്ക് ശരിക്കും ഒരു ത്രില്ലർ കാണുന്നൊരു ഫീലാണ്, ഒരു മിസ്റ്ററി. നമ്മളെ ആ ഒരു ഫസ്റ്റ് ഹാഫ് ഫുള്ളും ആ ഒരു ത്രെഡിലേക്ക് കൊണ്ടുപോയി സെക്കൻഡ് ഹാഫ് നമ്മൾ പ്രോപ്പർ സ്റ്റോറിയിലേക്ക് വരികയാണ്. അപ്പോൾ അതിൽ ഇമോഷൻസ് ഉണ്ട്, ഫാമിലി ഉണ്ട്, ബോണ്ടിങ്സ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞു, മനുഷ്യത്വം ഉണ്ട്. കാരണം ബന്ധങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതല്ല, അതിനപ്പുറത്താണെന്ന് ഈ സിനിമ നമുക്ക് കാണിച്ചു തരട്ടെ. അത് വന്ന് തന്നെ കാണട്ടെ. നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തീർന്നില്ലേ. സിനിമ കണ്ടോ? ഇഷ്ടപ്പെട്ടു. എല്ലാരും എന്ത് പറഞ്ഞു സിനിമ കണ്ടിട്ട്? നല്ലതെന്ന് പറഞ്ഞോ? ഉണ്ടായിരുന്നു അഭിനയിക്കാൻ പോയ സമയത്തൊക്കെ? നല്ലതായിരുന്നു. ആണോ? സിനിമ നടിയെ കണ്ടു എന്ന് എല്ലാരും പറഞ്ഞോ? പറഞ്ഞു. ചേച്ചി
എങ്ങനെയുണ്ട് മോളുടെ പെർഫോമൻസ് ടി.വിയിൽ? മോളുടെ പെർഫോമൻസ് ഭയങ്കര സന്തോഷം. ഞങ്ങൾ ഫുൾ ടൈം സന്തോഷം കൊണ്ട് കരച്ചിലൊക്കെ വന്നിരിക്കുമായിരുന്നു. പിന്നെ അവൾ ഫസ്റ്റ് മൂവിയാണ്, ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഹസ്ബൻഡും കുഞ്ഞിനെ കൊണ്ട് അഭിനയിപ്പിക്കാനൊക്കെ. കാരണം 3.5 വയസ്സുള്ളപ്പോൾ ചെയ്തൊരു പടമാണ്, ഫസ്റ്റ് മൂവിയാണ്. പിന്നെ എല്ലാവരും കാണേണ്ട ഒരു നല്ല ഫാമിലി മൂവിയാണ്. കാരണം കുറേ നാളായി നമുക്ക് നല്ല ഫാമിലി മൂവീസൊക്കെ വന്നിട്ട്, അപ്പം ഉറപ്പായിട്ട് എല്ലാവരും കാണണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. പടം നല്ലൊരു സിനിമ, നല്ല കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു എന്താ പറയുക, ഒരു ഫാമിലി, ഒരു ത്രില്ലർ എല്ലാം കൂടി ഒരു മിക്സ് ചെയ്തൊരു കോമ്പിനേഷൻ. അത് ലൊക്കേഷൻ ആണെങ്കിലും ഭയങ്കര നല്ല രീതിയിലുള്ള ഒരു സിനിമ. എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്, നല്ല ഡയലോഗുകൾ, നല്ല പാട്ട്, അതിനകത്ത് സീൻസും അതേപോലെ നല്ലത്. കേരളത്തിന് ഹരിതാപം നന്നായിട്ട് കാണിക്കുന്ന, ഇടുക്കിയുടെ എല്ലാ മനോഹാരിതകളും നമ്മളുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്ന ഒരു സിനിമ. നമ്മുടെ മുമ്പിൽ അതെല്ലാം ആ ഓരോ സീനിലും അതങ്ങനെ കാണിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇടുക്കി ജീവിതം എന്ന് പറഞ്ഞാൽ ഇടുക്കിക്കാരുടെ ജീവിതത്തിനെയും കൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന വളരെ നല്ലൊരു സിനിമ. ഒരു നൊമ്പരത്തിനൊരു സുഖമുണ്ടെന്ന് പറയില്ലേ, ആ ഒരു സുഖമാണ് നമ്മൾ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് തോന്നുന്നത്. നല്ല അടിപൊളി ഫിലിമാണ്, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഫിലിം തന്നെയാണ്. അമ്മ എന്ന് പറയുന്ന ആ ഒരു വേർഡ് പറയുന്ന പോലെ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ആ ഒരു സിനിമയും. അമ്മ ആ ഒരു പദത്തിൻ്റെ എക്സ്പ്ലനേഷൻ തന്നെയാണ് ഫിലിം. സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് സിനിമ. നല്ല ഇമോഷണലായിട്ട് നല്ല ഇതുണ്ട്, നല്ല സെറ്റായിട്ടിരുന്നു സിനിമ. നന്നായിട്ടിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് കണ്ടിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആസ് എ മദർ ഒരു മദർലി ഫീലിങ്ങും എന്താണ് കുഞ്ഞുങ്ങളോടുള്ള ഒരു ഇഷ്ടവും ഒക്കെ അതിൻ്റെ അകത്ത് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ആദ്യത്തെ പകുതി കഥ എന്താണെന്ന് റിവീൽ ചെയ്യുന്നില്ല, രണ്ടാമത്തെ പകുതിയിലാണ് കഥ റിവീൽ ചെയ്യുന്നത് ശരിക്കും. പക്ഷേ അത് നടന്ന ഒരു സംഭവത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു സ്റ്റോറിയാണ്. നന്നായിട്ടുണ്ട്, നല്ല ഒരു ഫീൽ ഗുഡ് മൂവിയാണ്, ഹാർട്ട് ടച്ചിങ് ഫീൽ ഗുഡ് മൂവിയാണ്. ഫാമിലി ആയിട്ട് നന്നായിട്ടിരുന്ന് കാണാൻ പറ്റും. സിനിമ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സിനിമയാണ്. ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ ജോണേഴ്സ് നോക്കുകയാണെങ്കിൽ കൂടുതലും വയലൻസ് അല്ലെങ്കിൽ എന്താ പറയുക ഇമോഷണൽ ഡ്രാമ അങ്ങനെ ഒരു കാറ്റഗറിയിലാണ് കൂടുതലും ഇപ്പോൾ സിനിമകൾ വരുന്നത്, ത്രില്ലർ സബ്ജക്റ്റുകൾ. പക്ഷേ ഇത് ഒരു ഫാമിലിക്ക് വന്ന് മനസ്സ് നിറഞ്ഞ് ഈ പറഞ്ഞ പോലെ ഇമോഷണലി കണക്റ്റായി അത് ഒരു സന്തോഷത്തോടെ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജോണറിലുള്ള സിനിമയാണ്. എല്ലാ ഫാമിലിക്കും സന്തോഷമായിട്ട് തിയേറ്ററിൽ ഇറങ്ങാനായിട്ട് സാധിക്കും ഈ ഒരു സിനിമ. അതാണ് ഈ സിനിമയുടെ പ്രത്യേകത. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.